ബാക്ക് ടു സാലം ലേണിംഗ്. സോ നമ്മുടെ സയൻസിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കെമിസ്ട്രി ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വെരി ഇമ്പോർട്ടന്റ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? അല്ലെ, നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉണ്ട്. അപ്പൊ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്താണ്, ദീസ് ആർ റിസോഴ്സസ് ദാറ്റ് ഗെറ്റ് റിന്യൂവഡ് ഓർ റിപ്ലെനിഷ്ഡ് or restored by natural process within a reasonable period of time. അല്ലെ, അതായത് വീണ്ടും 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 നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഒരുപാട് ടൈം ഒന്നും എടുക്കുന്നില്ല അത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. വീണ്ടും 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 എത്ര നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എക്സോസ്റ്റഡ് ആവുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് എന്താ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എയർ, വാട്ടർ, ഫോറസ്റ്റ് എല്ലാം എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അതവിടെ കിടക്കുന്നുണ്ട് അല്ലെ. എന്നാൽ നേരെ മറിച്ച് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും, പക്ഷെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ദേ ആർ ലിമിറ്റഡ് അല്ലെ. അത് അൺലിമിറ്റഡ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അതിങ്ങനെ കുറഞ്ഞു 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 വരുന്നുണ്ട്. ബിക്കോസ് അത് ഫോം ചെയ്യാനായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടൈം എടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ഫൗണ്ട് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് ഡു നോട്ട് ഗെറ്റ് റിപ്ലെനിഷ്ഡ് വിത്തിൻ എ റീസണബിൾ പീരീഡ്, ഓഫൻ ടേക്കിംഗ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ഫോം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കോൾ ആയിക്കോട്ടെ, നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവരായിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഫോം ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്ന ആൾക്കാരാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നില്ല, അതിങ്ങനെ റീസ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ ലിമിറ്റഡ്. നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഒന്നും അല്ല അത് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വരുന്ന ജനറേഷൻ അത് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഇത്രയ്ക്ക് കണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല അല്ലെ. ആ രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ട്രൂ ഓർ ഫോൾസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഫോൾസ് ആണെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വീതം നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്, നാച്ചർ ഹാസ് ഓൾ ദ റിസോഴ്സസ് ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ്. നമുക്കറിയാം അത് ട്രൂ ആണ് അല്ലെ. നമ്മുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് എവിടെയുണ്ട്, നമ്മുടെ നാച്ചുറൽ തന്നെയുണ്ട്. രണ്ടാമത്തേത് മെഷീൻസ് ആർ എ റിസോഴ്സ് ഫൗണ്ട് ഇൻ നാച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കറിയാം. കാരണം മെഷീൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് അല്ലേടാ അല്ലെ. നമ്മൾ ആ മനുഷ്യന്മാർ എന്ത് ചെയ്തേക്കുന്നതാണ്, നമ്മളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് എന്ത്, മെഷീൻസ് എന്ന് പറയുന്നത്. അത് എന്തല്ല, ഒരു നാച്ചുറൽ സോഴ്സ് അല്ല, റിസോഴ്സ് അല്ല. അടുത്തത് നോക്കിയേ, നാച്ചുറൽ ഗ്യാസ് ഈസ് എ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാണുള്ളത്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് അല്ലെ, ഇതെന്താണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. കാരണം ഇറ്റ് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ഫോം ആൻഡ് ഈസ് അവൈലബിൾ ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് അല്ലെ. അപ്പൊ അത് എന്താണ്, അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എയർ ഈസ് റിന്യൂവബിൾ റിസോഴ്സ്, നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്, നമുക്കറിയാം അത് റീസണബിൾ പീരീഡ് ഓഫ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്നുണ്ട്, റീസ്റ്റോർ ചെയ്ത് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എക്സോസ്റ്റഡ് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, എയർ എന്ന് പറയുന്നത് എന്താണ്, റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. ആ രീതിയിലാണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യേണ്ടത്. അടുത്ത നോക്കി, ദ കണ്ടെയ്നേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു സ്റ്റോർ മെറ്റീരിയൽസ് ഇൻ ഷോപ്സ് ആൻഡ് ഹോംസ് ആർ യൂഷ്വലി ട്രാൻസ്പെറന്റ്, ഗിവ് യുവർ റീസൺസ്. നമുക്കറിയാം അല്ലെ, കാരണം നമ്മുടെ കണ്ടെയ്നേഴ്സ് ഒക്കെ ട്രാൻസ്പെറന്റ് ആവാനുള്ള കാരണം എന്താണ്, ഒന്നുമില്ല, നമുക്ക് അതിനകത്ത് കൂടെ വിസിബിൾ ആണ് അല്ലെ, നമുക്ക് കൃത്യമായിട്ട് ഒബ്ജക്ട്സിനെ കാണാനായിട്ട് സാധിക്കും. കണ്ടെയ്നേഴ്സ് ആർ ടിപ്പിക്കലി ട്രാൻസ്പെറന്റ് സോ ദാറ്റ് ദ കണ്ടന്റ്സ് ക്യാൻ ബി ഈസിലി സീൻ. ദിസ് ഹെൽപ്സ് ക്വിക്ലി ഐഡന്റിഫൈയിങ് ആൻഡ് ലൊക്കേറ്റിംഗ് ദ മെറ്റീരിയൽസ് സ്റ്റോർഡ് ഇൻസൈഡ് അല്ലെ. ഇപ്പൊ സ്റ്റീലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വിസിബിൾ അല്ല, അപ്പൊ നമുക്കത് ഓരോ പ്രാവശ്യം തുറന്നു നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ലാബിൽ ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു കാര്യം വരുന്നേ ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന ഷോപ്പിലൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ കണ്ടിട്ടാണ് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നത്, ആ സാധനം മേടിക്കുന്നത്. സോ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആളെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ട്രാൻസ്ലൂസെന്റും ഒപ്പാക്കും ഉണ്ട്. ട്രാൻസ്ലൂസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്പെറന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ളതാണ് എന്ത്, ട്രാൻസ്ലൂസെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കാണാൻ പറ്റുന്നില്ല. മെറ്റീരിയൽസ് ത്രൂ വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ക്ലിയർലി അല്ലെ, അതാണ് നമ്മുടെ ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്ട്. എന്നാൽ നേരെ മറിച്ച് ഒപ്പാക്ക് ഒബ്ജക്ട് എന്താ, ട്രാൻസ്പെറന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതായത് ഇതിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റില്ല, യു ആർ നോട്ട് ഏബിൾ ടു സീ. നമുക്ക് കാണാൻ പറ്റും, ഒരു ഡോറിന്റെ, ഒരു വുഡൻ ഡോർ ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാർഡ്ബോർഡ് ബോക്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ പറയുന്ന എന്താണ്, വോള് നമുക്ക് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ വീടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യും, അപ്പുറം ഇപ്പുറം ഒന്നും എന്ത് ചെയ്യരുത്, കാണരുത് അല്ലെ. അതൊക്കെ ഒപ്പാക്ക് ഒബ്ജക്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർമ്മയിൽ നമ്മൾ വെക്കേണ്ടത്. ഓക്കെ ഫൈൻ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, വൈ ഷുഡ് വി യൂസ് CNG ഇൻസ്റ്റെഡ് ഓഫ് പെട്രോൾ അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ
എന്ത് യൂസ് ചെയ്യുന്നത്? CNG യൂസ് ചെയ്യുന്നത്. CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇറ്റ് ഈസ് എ ക്ലീനർ ഫ്യൂവൽ ആൻഡ് കോസസ് ലെസ് പൊല്യൂഷൻ ദാൻ പെട്രോൾ. പെട്രോളിനേക്കാൾ കുറഞ്ഞ പൊല്യൂഷൻ മാത്രമേ എന്തിനുള്ളൂ? CNGക്ക് ഉള്ളൂ. പൊല്യൂഷൻ ഇല്ല എന്ന് പറയാം നമുക്ക്. അതുകൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? യൂസ് ചെയ്യണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ റിസോഴ്സ്? വിൻഡ് എനർജി, സോളാർ എനർജി, പെട്രോളിയം, ബോത്ത് A and B. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. നമ്മുടെ 6 CBSE എല്ലാ മക്കൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ ആൻസർ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.